ആനന്ദ്പൂർ ഗ്രാമത്തിലുണ്ടായിരുന്നത് ഒരേ ഒരു ഹോട്ടലാണ്, ലാല ഹോട്ടൽ. ആ ഹോട്ടലിൽ മുന്ന, ബൻസി എന്ന രണ്ടുപേർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ. ബൻസി പാചകക്കാരൻ, മുന്ന വെയിറ്റർ. ബൻസി ചേട്ടാ, ഞാനിന്ന് വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നില്ല. നീ വിഷമിക്കണ്ട, അടുത്ത ഓർഡർ കിട്ടുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയും ഉണ്ടാക്കാം. എന്നാൽ ശ്രദ്ധിക്കണം, ലാല അദ്ദേഹം എപ്പോഴും താങ്കളെ നിരീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ലാലയോട് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് മാത്രം എന്താ പുതിയതായി? രണ്ടുപേരും അവരവരുടെ പണികൾ നോക്കാൻ തുടങ്ങി. ബൻസി അടുത്ത ഓർഡറിൽ മുന്നയ്ക്ക് വേണ്ടിയും പാചകം ചെയ്തു. അത് പാക്ക് ചെയ്ത് അവന്റെ ലഞ്ച് ബോക്സിനടുത്തേ വെച്ചു. അത് കഴിഞ്ഞ് ലഞ്ച് ടൈം ആയതും ബൻസി, മുന്ന രണ്ടുപേരും ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു മരത്തിനടിയിൽ ചെന്ന് ഇരുന്നു. രണ്ടുപേരും ദിവസവും ആ മരത്തിനടിയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുക. ബൻസി ചേട്ടാ, എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നത്? നിനക്കിഷ്ടമുള്ള കടലക്കറിയും പൊറോട്ടയും. ആഹാ, ചേട്ടനുണ്ടാക്കുന്ന കടല മസാലയും പൊറോട്ടയും അടിപൊളിയാ. ശരി, അതിങ്ങ് താ, വിശക്കുന്നു. ആഹാ, കഴിക്കേ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. മുന്ന, ബൻസി രണ്ടുപേരും വയറ് നിറയെ കഴിച്ചു. ലാലയോട് ശമ്പളം ഒന്ന് കൂട്ടിത്തരാൻ പറയണം. ഈ ശമ്പളം കൊണ്ട് വീട്ടു ചിലവൊക്കെ നോക്കുന്നത് കഷ്ടപ്പാടാ. അതെ, എനിക്കും. എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഈ ജോലി അങ്ങ് കളഞ്ഞേക്കാൻ. ശരി ശരി, ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ലാലയോട് സംസാരിക്കാം. മുന്ന, ബൻസി രണ്ടുപേരും ലാലയെ കാണാൻ പോയി. ലാലാ ചേട്ടാ, ഈ ശമ്പളത്തിൽ കുടുംബം നോക്കുന്നത് വളരെ കഷ്ടപ്പാടാ. താങ്കൾ ശമ്പളമൊന്ന് കൂട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ, രണ്ടുപേർക്കും. ഞാനിവിടെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ ശമ്പളം കൂട്ടിത്തരാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ദിവസ ലാഭം എന്നും കുറഞ്ഞുകൊണ്ടേ വരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെ ശമ്പളം കൂട്ടിത്തരും? ഞാൻ തരുന്ന ശമ്പളത്തിൽ ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലം നോക്കൂ. ലാലയുടെ മറുപടി കേട്ട് മുന്ന, ബൻസി രണ്ടുപേരും ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് രണ്ട് കൂട്ടുകാരും പണി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ബൻസി ഇങ്ങനെ പറഞ്ഞു: ഇനി നമുക്ക് വേറെ ജോലി അന്വേഷിച്ചേ പറ്റൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ വേറെ ഹോട്ടൽ എവിടെയുണ്ട്? നമ്മളിനി ജോലി അന്വേഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോയേ പറ്റൂ. എന്നാൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കണ്ടേ? ഞാൻ ഒരുപാട് നാളായി ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ഹോട്ടൽ തുടങ്ങിക്കൂടാ? ചേട്ടൻ എന്നെ സഹായിച്ചാൽ നമുക്ക് ഉറപ്പായും നമുക്കായൊരു ഹോട്ടൽ നമുക്ക് തുറക്കാം. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരില്ല. എന്നാൽ ഹോട്ടൽ നടത്താൻ നമ്മൾ വാടകയ്ക്കൊരു സ്ഥലം നോക്കണ്ടേ? അത്രയും പണത്തിന് നമ്മൾ എവിടെ പോകാനാ? അതിനും എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. മുന്ന ബൻസിയെ ഒരു മൈതാനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ മൈതാനത്തിൽ നാശമായ പഴയ ഒരു വിമാനമുണ്ടായിരുന്നു. പ്ലെയിനിൽ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു, ചില സാധനങ്ങൾ ഇല്ല. ആ നാട്ടിലെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയാണ് കളിക്കുക. ഇതിനെ നമുക്ക് നമ്മുടെ ഹോട്ടലാക്കി മാറ്റാം. ഇതോ, ഈ സ്ഥലത്തിന് നമ്മൾ വാടകയും കൊടുക്കണ്ട, നമുക്ക് ചിലവും വരില്ല. ഈ സ്ഥലമൊന്ന് ശുദ്ധീകരിച്ച് എടുത്താൽ മാത്രം മതി. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു മാസമായി ചിന്തിക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് നല്ല ലാഭം കിട്ടും. നിന്റെ ഐഡിയയൊക്കെ കൊള്ളാം, നന്നായി. അടുത്തെങ്ങും എയ്റോപ്ലെയിൻ ഹോട്ടൽ എന്നൊരു സാധനമില്ല. ഉറപ്പായും. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മുടെ ജോലി അങ്ങ് തുടങ്ങാം. അതെ അതെ, ഇനി മുതൽ നമ്മളാണ് ഓണേഴ്സ്. വരുന്ന ലാഭം നമുക്ക് ശരി പാതിയായി പങ്കിട്ടെടുക്കാം. അവർ രണ്ടുപേരും സന്തോഷത്തിലായിരുന്നു. അവർ പെട്ടെന്ന് ഹോട്ടൽ തുറക്കാൻ പോകുന്നു എന്ന്. ഇനി ആരുടെ അടുത്തും ജോലി നോക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്ത ദിവസം തന്നെ മുന്ന, ബൻസി രണ്ടുപേരും എയ്റോപ്ലെയിൻ ക്ലീൻ ആക്കാൻ തുടങ്ങി. കുറച്ചു നേരത്തിൽ ആ എയ്റോപ്ലെയിൻ തിളങ്ങാൻ തുടങ്ങി. ആ എയ്റോപ്ലെയിനിൽ മുന്നേ തന്നെ ചെയറുകൾ ഉണ്ടായിരുന്നു. ബൻസി, മുന്ന രണ്ടുപേരും ചില ടേബിൾസ് മാത്രം റെഡിയാക്കി. അടുത്ത ദിവസവും ഇതേ പണിയാണ് നടന്നത്. ഇന്ന് മുന്ന, ബൻസി രണ്ടുപേരും എയ്റോപ്ലെയിന്റെ അകത്ത് അടുക്കള ഉണ്ടാക്കി. 2-3 ദിവസം കഷ്ടപ്പെട്ടതിന് ശേഷം അവരുടെ എയ്റോപ്ലെയിൻ ഹോട്ടൽ ഇന്ന് റെഡിയായിരുന്നു. നമുക്ക് നാളെ തന്നെ തുടങ്ങാം. ശരി ശരി, ഞാൻ ഇപ്പോൾ തന്നെ പോയി ഗ്രാമത്തിലെ എല്ലാവരോടും പറഞ്ഞിട്ട് വരാം. അത് എന്തിനാണ്? ഉറപ്പായും പറയണം. എയ്റോപ്ലെയിൻ ഹോട്ടൽ എന്നാൽ സാധാരണ ഹോട്ടലാണോ? പറയൂ. അതെ അതെ, ഇത് കേട്ട് ഒരുപാട് ആൾക്കാർ വരും. വൈകുന്നേരം മുന്ന ഒരു മൈക്ക് പിടിച്ച് നാടിന്റെ നടുവിൽ ചെന്ന് നിന്നു. കേട്ടോളൂ കേട്ടോളൂ, നമ്മുടെ നാട്ടിൽ ഇതാദ്യമായി അടുത്തൊരിടത്തുമില്ലാത്ത ഒരു അത്ഭുതമായ ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു. അതെ, വളരെ അത്ഭുതകരമായ, വളരെ വ്യത്യസ്തമായ ഒരു ഹോട്ടൽ, എയ്റോപ്ലെയിൻ ഹോട്ടൽ. നാളെ ഗ്രാമത്തിൽ എയ്റോപ്ലെയിൻ ഹോട്ടലിന്റെ ഇനാഗ്രേഷൻ ആണ്. എല്ലാ ഗ്രാമജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും വന്ന് അത്ഭുതകരമായ എയ്റോപ്ലെയിൻ ഹോട്ടലിൽ കഴിക്കൂ. എയ്റോപ്ലെയിൻ ഹോട്ടൽ? ഇങ്ങനെ ഒരു സാധനം ഞാൻ കേട്ടിട്ടേയില്ലല്ലോ. നാളെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം.
ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എയ്റോപ്ലെയിൻ തന്നെ വലിയ കാര്യം. ഇതിൽ എയ്റോപ്ലെയിൻ ഹോട്ടൽ എന്ന് അവർ ഇതുവരെയും അറിഞ്ഞത് കൂടിയില്ല. അടുത്ത ദിവസം രാവിലെ ബൻസി ഒരുപാട് സമൂസ ഉണ്ടാക്കിയിരുന്നു. എന്തിനാ ഇത്രയും സമൂസ? എന്തുകൊണ്ടെന്നാൽ ഇത് കാണാൻ നമ്മുടെ ഗ്രാമജനങ്ങൾ എല്ലാവരും ഇവിടേക്ക് വരും. ഓഹോ. മുന്ന പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഗ്രാമത്തിലെ ജനങ്ങൾ വരാൻ തുടങ്ങി. പോയി എല്ലാവർക്കും സമൂസ കൊടുക്ക്. മുന്ന സമൂസ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അതിഥികൾക്ക് ആ സമൂസ കൊടുത്തു. നാട്ടിലെ ജനങ്ങൾ ആ സ്പെഷ്യൽ ഹോട്ടൽ കണ്ട് സന്തോഷിച്ചു. ഇന്നു മുതൽ ഞാൻ എയ്റോപ്ലെയിൻ ഹോട്ടലിൽ നിന്നേ കഴിക്കൂ. മോനെ മുന്ന, എനിക്ക് കടല മസാല കൊണ്ടുവാടാ. കൊണ്ടുവരാം മുത്തശ്ശ. ഗ്രാമത്തിലെ ജനങ്ങൾ ആദ്യമായി ആ എയ്റോപ്ലെയിൻ ഹോട്ടലിൽ ഇരുന്നു. അതുകൊണ്ട് വളരെ ഫാസ്റ്റായി ഓർഡേഴ്സ് പറയാൻ തുടങ്ങി. മുന്നയുടെ ആ എയ്റോപ്ലെയിൻ ഹോട്ടൽ ആദ്യ ദിവസം തന്നെ ഫേമസ് ആയി. ഹോട്ടലിന് പുറത്ത് ഒരുപാട് പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസവും ഇതേ അവസ്ഥ. എയ്റോപ്ലെയിന്റെ പുറത്ത് നീളമായ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള നാട്ടിൽ നിന്ന് വന്നതാ. ഒരു വട്ടമെങ്കിലും എയ്റോപ്ലെയിനിൽ ഇരിക്കാമെന്ന്. എയ്റോപ്ലെയിൻ അല്ല, എയ്റോപ്ലെയിൻ ഹോട്ടൽ. മുന്ന പൻസി രണ്ടുപേരും ചേർന്ന് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. അവർ ഇനിയും കുറച്ചു പേരെ ആ ഹോട്ടലിൽ പണിക്ക് നിർത്തി. അവർ രണ്ടുപേരുടെ എയ്റോപ്ലെയിൻ ഹോട്ടൽ ഐഡിയ നന്നായി നടന്നു. ഓരോ ദിവസവും അവരുടെ വരുമാനം അധികമായിക്കൊണ്ടിരുന്നു. അവരുടെ ഹോട്ടലിൽ വരുന്ന കസ്റ്റമേഴ്സ് എത്രയുണ്ടെന്നോ അവർക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. പക്ഷേ രണ്ടുപേരും സന്തോഷിച്ചു. ഇതൊക്കെ നേടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടെ കരുതിയില്ല. നന്നായി നമ്മൾ ലാലയുടെ ഹോട്ടലിൽ നിന്ന് വന്ന് സ്വന്തമായി ഹോട്ടൽ തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അതെ, സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു. അവരുടെ ആ ആദ്യ ശ്രമത്തിൽ തന്നെ മുന്ന ബൻസി രണ്ടുപേരും നന്നായി സമ്പാദിച്ചു. ബൻസി അവന്റെ വീട് വലുതായി പണിതു. മുന്ന അവന് വേണ്ടി ഒരു വലിയ വീട് വാങ്ങി. ഒരു ദിവസം അവർ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പണി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോ അവരുടെ സ്വന്തം ഹോട്ടലിൽ ഒരുപാട് പേർ പണി ചെയ്യുന്നു. ആരാണ് കരുതിയത് ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്ന്? മുന്നയുടെ ഐഡിയ ആണ് അവരുടെ വളർച്ചയ്ക്ക് വഴിയായത്. മുന്ന കുറച്ച് വ്യത്യസ്തമായി ചിന്തിച്ചു. എയ്റോപ്ലെയിൻ ഹോട്ടൽ അതവരുടെ ജീവിതത്തിൽ ഒരു നല്ല വഴി കാണിച്ചു.